വാർത്താവലോകനത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനിൽ സൈനിക ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയോട് പരസ്യമായും സ്വകാര്യമായും അഭ്യർത്ഥിച്ചു. ഇത് വ്യാപകമായ പ്രാദേശിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും നിർണായക എണ്ണ വിപണികളെ തടസ്സപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് ട്രംപിന്റെ സൈനിക നടപടി ഭീഷണിയെ തുടർന്ന് ഇറാന്റെ പ്രതികാര നടപടി മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ടുയർന്ന സംഘർഷങ്ങൾക്കിടയിൽ ഖത്തറിലെ തന്ത്രപ്രധാനമായ അൽ ഉദൈദ് വ്യോമത്താവളത്തിലെ ചില US ഉദ്യോഗസ്ഥരോട് ഒഴിഞ്ഞുമാറാൻ നിർദ്ദേശിച്ചു. ഹൈഡ്രോ കാർബണുകൾക്കപ്പുറം ഗൾഫ് സാങ്കേതിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമ്പോൾ ആഗോള സാങ്കേതിക വിദ്യയും അർദ്ധചാലക വിതരണ ശൃംഖലകളും ശക്തിപ്പെടുത്തുന്നതിനായി US നയിക്കുന്ന പാക്സ് സിലിക്ക സംരംഭത്തിൽ ചേരാൻ ഖത്തറും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സമ്മതിച്ചു. ഖത്തറിലെ അന്താരാഷ്ട്ര ആകാശ നിരീക്ഷകർ ഗൾഫിന് മുകളിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ അപൂർവ കാഴ്ച ആസ്വദിച്ചു. ജനുവരി 11 6 മിനിറ്റ് ആകാശം ചുറ്റി മേഖലയിൽ ഉടനീളം പൊതുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സുകളുടെ വൻ വളർച്ചയോടെ 2024 GCC ടൂറിസം വരുമാനം $120 ബില്യൺ അധികം ഉയർന്നതായി പുതിയ ഡാറ്റ കാണിക്കുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന സാമ്പത്തിക സ്തംഭമായി ടൂറിസത്തെ ശക്തിപ്പെടുത്തി. സ്വദേശികൾക്ക് തൊഴിൽ മുൻഗണന നൽകുന്നതിനുള്ള ഒമാനൈസേഷൻ നീക്കത്തിന്റെ ഭാഗമായി 200-ലധികം തൊഴിലുകളിൽ പ്രവാസികൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു വിശാലമായ തൊഴിൽ നയം ഒമാൻ സർക്കാർ അവതരിപ്പിച്ചു. വൈവിധ്യവൽക്കരണ ശ്രമങ്ങളും ഉപഭോക്തൃ ചെലവും ശക്തിപ്പെടുത്തുന്നതോടെ GDP 4% മുകളിൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന 2026 പ്രാദേശിക സാമ്പത്തിക സൂചകങ്ങൾ GCCയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നു. വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി ദുബായിലെ ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കരാറിൽ RTAയും MRഉം ഒപ്പുവെച്ചു. ഇലക്ട്രിക് വാഹന സുസ്ഥിര മൊബിലിറ്റി പങ്കാളിത്തങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി ദുബായിലെ മക്തൂം ബിൻ മുഹമ്മദ് BYDയുടെ ഉന്നത നേതൃത്വവുമായി ചർച്ച നടത്തി. ഗ്രീൻ ടെക്നോളജിയിൽ GCC ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇത് അടിവരയിടുന്നു. ഗ്രേറ്റ് അറബ് മൈൻഡ്സ് 2025 അവാർഡ് ജേതാക്കളെ UAEയുടെ നേതൃത്വം മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ ആദരിച്ചു. ഇത് നവീകരണം, ശാസ്ത്രം, സാംസ്കാരിക മികവ് എന്നിവയോടുള്ള ഗൾഫ് പ്രതിബദ്ധത ശക്തിപ്പെടുത്തി. വാർത്താവലോകനം തുടരും. സൈനിങ് ഓഫ് സുനിൽ CS.